ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റെയിൽവേ ടിപ്സ് ആൻഡ് ടെക്സ് ബൈ ലോക്കോ പൈലറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ടൈം ആൻഡ് വർക്കിന്റെ പാർട്ട് 5 വീഡിയോ ആണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ടൈം ആൻഡ് വർക്ക് എന്ന ചാപ്റ്ററിൽ നിന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: എ ആൻഡ് ബി ടുഗദർ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ ടി ഡേയ്സ്. ഇഫ് എ അലോൺ കംപ്ലീറ്റ്സ് ദ വർക്ക് ഇൻ ടി പ്ലസ് 3 days ആൻഡ് ബി അലോൺ കംപ്ലീറ്റ്സ് ദ വർക്ക് ഇൻ ടി പ്ലസ് 12 days, വാട്ട് ഈസ് ടി? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എയും ബിയും ഒരുമിച്ച് ഒരു വർക്ക് ടി ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. എ ഒറ്റക്ക് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ ടി പ്ലസ് 3 days ബി ഒറ്റക്ക് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ ടി പ്ലസ് 12 days എടുക്കുമെങ്കിൽ ടി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമ്മളൊരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എയും ബിയും കൂടി ഒരു ജോലി എക്സ് ഡേയ്സ് കൊണ്ടും അതുപോലെ തന്നെ എ ആ ജോലി എക്സ് പ്ലസ് എ ഡേ കൊണ്ടും ബി ഒരു ജോലി എക്സ് പ്ലസ് ബി ഡേ കൊണ്ടുമാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട് എക്സ് കണ്ടുപിടിക്കാൻ. അതായത് നമ്പർ ഓഫ് ഡേയ്സ് ടോട്ടൽ എയും ബിയും കൂടി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാൻ നമുക്കുള്ള ക്വസ്റ്റ്യൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ ബി ആണ്. ഇതിൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എക്സ് പ്ലസ് എ ഡേയ്സ് കൊണ്ടാണ് ജോലി കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിലുള്ള ആണ് ഈ എ. അതുപോലെ ബി എന്ന് പറയുന്നത് എക്സ് പ്ലസ് ബി ഡേയ്സ് കൊണ്ടാണ് ബി കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ വരുന്ന ബി ആണ് ഈ സ്ക്വയർ റൂട്ടിനുള്ളിൽ വരുന്ന ഈ ബി. സോ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എ പ്ലസ് ബി ടി ഡേയ്സ് കൊണ്ടും എ ആ ജോലി ടി പ്ലസ് 3 day കൊണ്ടും ബി ആ ജോലി ടി പ്ലസ് 12 days കൊണ്ടുമാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അതായത് എക്സ് പ്ലസ് എ എന്ന് പറയുന്ന പോലെ ടി പ്ലസ് 3. അപ്പോൾ എന്റെ വാല്യൂ 3 ആണ്. അതുപോലെ ബി ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ ടി പ്ലസ് 12 days ആണ് എടുക്കുന്നത്. അപ്പൊ സ്മോൾ ബിന്റെ വാല്യൂ ഇവിടെ വന്നിട്ട് 12 ആണ്, 12 days ആണ്. സോ എന്റെ വാല്യൂ 3, ബിന്റെ വാല്യൂ 12. നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ ബി ആണ്. ഇവിടെ എക്സിന് പകരം നമുക്ക് തന്നിട്ടുള്ളത് ടി ആണ്. സോ ടി കണ്ടുപിടിക്കാൻ നമുക്ക് ടി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ ബി. സോ ടി ഇസ് ഈക്വൽ ടു 3 × 12, അതിന്റെ സ്ക്വയർ റൂട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 36ന്റെ സ്ക്വയർ റൂട്ട് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 6 days എന്ന് പറയുന്ന ആൻസർ വരും. അപ്പൊ ടീന്റെ വാല്യൂ എയും ബിയും കൂടി ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടി ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 6 days ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 4 men and 5 women can complete a work in 15 days, whereas 9 men and 6 women can do it in 10 days. To complete the same work in 7 days, how many women should assist 4 men? അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 4 മെന്നും 5 വുമണും കൂടി ഒരു വർക്ക് 15 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അതേ സെയിം വർക്ക് 9 മെന്നും 6 വുമണും കൂടിയിട്ടാണെങ്കിൽ 10 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഈ ടോട്ടൽ വർക്ക് 7 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. To complete the same work in 7 days, how many women should assist 4 men? So same work നമുക്ക് 7 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. നമ്പർ ഓഫ് മെൻ ഉള്ളത് 4 ആണ്. എത്ര വുമൺ വേണം ഈ ജോലി 7 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇതിന് മുന്നേ ആൻഡിന്റെ ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ടില്ല, ഓറിന്റെ ഒരു കൺസെപ്റ്റ് ആണ് പഠിച്ചിട്ടുള്ളത്. ഇവിടെ ആൻഡ് ആണ്. സോ ഇതിന് ഇക്വേഷൻ ആയിട്ട് മാറ്റി എഴുതുക. സോ 4 men plus 5 women, 4m plus 5w 15 days കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇൻറ്റു 15 is equal to 9m, 9 men and 6 women. 9m plus 6w 10 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു, ഇൻറ്റു 10. സോ ടോട്ടൽ വർക്കിനെ ഇവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ സോൾവ് ചെയ്യാം. ഇതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് 4m plus 5w ഇൻറ്റു 15 is equal to 9m plus 6w ഇൻറ്റു 10 ആണ്. ഇവിടെ 5 കൊണ്ട് നമുക്ക് രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ 15ൽ 3 times, 10ൽ 2 times 5 ഉണ്ട്. ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. സോ 4m plus 5w ഇൻറ്റു 3നെ നമുക്ക് 12m plus 15w എന്ന് എഴുതാൻ പറ്റും. 9m plus 6w ഇൻറ്റു 2ന് 18m plus 12w എന്ന് മാറ്റി എഴുതാൻ പറ്റും. ഇവിടുന്ന് എമ്മിന്റെ ടേംസ് ഒക്കെ ഒരു സൈഡിലേക്കും ഡബ്ല്യുവിന്റെ ടേംസ് ഒക്കെ ഓപ്പോസിറ്റ് സൈഡിലേക്കും കൊണ്ടുപോയിട്ട് ഇക്വേറ്റ് ചെയ്യാം. സോ നമുക്ക് m/w ഫൈനലി 1/2 എന്ന് കിട്ടും. സോ എമ്മിന്റെ സ്ഥാനത്ത് 1ഉം ഡബ്ല്യുവിന്റെ സ്ഥാനത്ത് നമ്മൾ 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇനീഷ്യൽ ഇക്വേഷനിൽ. സോ ഇനീഷ്യൽ ഇക്വേഷനിൽ മൊത്തത്തിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ടോട്ടൽ വർക്ക് ഇക്വേറ്റ് ചെയ്യാൻ മാത്രമാണ് ഈ എമ്മിന്റെയും ഡബ്ല്യുവിന്റെ വാല്യൂ ആവശ്യമായിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4 മെന്ന് ഈ വർക്ക് 7 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര വുമൺ അസിസ്റ്റ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. സോ നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷനിലെ ഫസ്റ്റ് പാർട്ട് മാത്രം എടുത്തിട്ട് അതിൽ ഈ എമ്മിന്റെയും ഡബ്ല്യുവിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എമ്മിന്റെ സ്ഥാനത്ത് 1ഉം ഡബ്ല്യുവിന്റെ സ്ഥാനത്ത് 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 × 1 plus 5 × 2 × 15. സോ 4 plus 10 × 15. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 210 ആയിട്ട് കിട്ടും. 210 ആണ് ടോട്ടൽ വർക്ക്.
ഇനി നമ്മളെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് 4 മെന്നിന് എത്ര വുമൺ അസിസ്റ്റ് ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ 4m പ്ലസ് XW ഇൻറ്റു 7 ഈക്വൽ ടു എന്താണ് ടോട്ടൽ വർക്കായ 210 ആണ്. സോ ഇവിടെ നമ്മൾ ഇക്വേഷനെ സോൾവ് ചെയ്യുക. സോ 4m പ്ലസ് XW, എക്സിന് ഡബ്ല്യുവിന്റെ സ്ഥാനത്ത് നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 പ്ലസ് 2x ഈക്വൽ ടു 210 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 30 എന്നുള്ള വാല്യൂ കിട്ടും. സോ ഇവിടെ നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് x ഈക്വൽ ടു 30 - 4 26, എക്സിന്റെ വാല്യൂ നമുക്ക് 13 കിട്ടും. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.